Respected Chief Guest of the Day, Professor Ayman Shahide, the Professor of SOS, London University from United Kingdom, and our respected and Honorable Chairman of the College, C.P. Abdurrahman Haji, and Mr. Kalimuddin, the syndicate member of the University of Calicut, Dr. Abbas Panakel, who is the professor of St. Andrews University, Scotland, and Dr. Archan Mitra, NITTE Institute of Communication from Bangalore, and my colleagues, Mr. Ubaidullah, who is the administrator of the college, and Mr. Sadruddin, who is the vice principal, Mr. Shanawaz, who is the finance manager, and all the dignitaries on the dais and off the dais, my dear colleagues, teaching, non-teaching staff, welcome to all to this honorable function. Actually, we are very much happy that in a pleasant mood and in a pleasant climate, we are gathered here. And my dear students, after completing their degrees, and I am happy to say that every one of you have passed the examinations and you have become the laurels of the CPA College of Global Studies. വളരെ സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ ഇവിടെ പ്രിൻസിപ്പലിന് ശേഷം ദ ബെസ്റ്റ് ബാച്ചാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരുപാട് കാലം കോവിഡ് കഴിഞ്ഞു. കോവിഡിന് ശേഷം നമ്മളൊന്ന് നിവർന്ന് നിൽക്കാൻ നമ്മൾ ഒരുപാട് പാടുപെട്ടു. അതിനൊക്കെ തരണം ചെയ്ത് എല്ലാറ്റിലും വിജയിച്ച് 100% വിജയത്തിലേക്ക് കാലുകുത്തി നാക് അക്രഡിറ്റേഷൻ കഴിഞ്ഞ് നമ്മളിവിടെ സന്നിഹിതരായിരിക്കുകയാണ്. വളരെ സന്തോഷം ഇവിടെ വന്ന രക്ഷിതാക്കൾക്കും ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും എല്ലാവർക്കും. നമുക്ക് വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിത് തുടങ്ങിയത്. ഞാൻ നീട്ടിപ്പറയുകയല്ല. ഇതിൻ്റെ ചെയർമാൻ മിസ്റ്റർ അബ്ദുറഹ്മാൻ ഹാജി നമ്മുടെ മുമ്പിലുണ്ട്. ഹി ഹാഡ് എ വിഷൻ, ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട്. ഒരു കോളേജ് ഉണ്ടാക്കുക എന്നതല്ല, മറിച്ച് കോളേജിൽ നിന്ന് പുറത്തു പോകുന്നവർക്ക് ജോലി വേണം, ജോലിക്ക് ആവശ്യമായ പഠനം അവർക്ക് കൊടുക്കണം. You know, this is a very remote area, and Chelur, no one knows in the world. Chelur ആരും അറിഞ്ഞിരുന്നില്ല, പക്ഷെ ഇപ്പോൾ അവരറിയാൻ തുടങ്ങി. കാരണം പല ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ ഫ്രം ദി nook and corner of Malabar, from Palakkad up to Kasaragod, the students are still studying here. Actually, it is a prestige to us that everyone is living here without any trouble. വെരി പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. ഇതൊക്കെ നിങ്ങളായിട്ട് ഈ കോളേജിന് തന്ന സംഭാവനകളാണ്. ഒരു പ്രിൻസിപ്പൽ വിചാരിച്ചാലോ അധ്യാപകർ വിചാരിച്ചാലോ കഴിയില്ല. ബട്ട് യു ഷുഡ് ഹാവ് എ മൈൻഡ് സെറ്റ്. ആൻഡ് മൈ ഡിയർ ആൻഡ് മൈ വെരി റെസ്പെക്ട്ഫുൾ ഗാർഡിയൻസ്, രക്ഷിതാക്കൾ, വി ഹാവ് എ പാരൻസ് ക്ലബ് ആൻഡ് ദെയർ മെമ്പേഴ്സ് ആർ ഹിയർ. എപ്പോഴും നമ്മുടെ കോളേജിൽ വരുന്നു, കോളേജിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനും പങ്കെടുക്കുന്നു, സ്വയം ആക്ടിവിറ്റീസ് സൃഷ്ടിക്കുന്നു. ഇങ്ങനെയുള്ള വളരെ സജീവമായ ഒരു രക്ഷാകർതൃ സമൂഹം എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. എനിക്കറിയാം രായൻകുട്ടി ഹാജിയെ പോലുള്ള, അഷ്റഫിനെ പോലുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആൻഡ് ദേ ആർ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുപോലെയാണ് മൈ കൊളീഗ്സ്, എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകർ. ദേ ആർ വർക്കിംഗ് throughout the day and night if it is possible. ഞങ്ങളത് കണ്ടതാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം. ഞങ്ങൾ വിദ്യാർത്ഥികളോട് ചോദിക്കും, എങ്ങനെയാണ് അധ്യാപകർ, വല്ല പ്രശ്നങ്ങളുണ്ട്, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേ ആർ സാറ്റിസ്ഫൈഡ്. പിന്നെ വല്ല പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതല്ലാതെ എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആയിട്ട്, ബിക്കോസ് ദേ ആർ ബിഹൈൻഡ് ഓൾ ദീസ് ഫങ്ഷൻസ്, ഓൾ ദീസ് സെറിമണീസ്. ഈ വർഷം അവർ വിശ്രമിച്ചിട്ടില്ല. കാരണം ഇതുവരെ നാക്കിൻ്റെ ആക്ടിവിറ്റീസ് ആയിരുന്നു, അതിനുശേഷം ഇത് വരുന്നു. ഇനിയും അവർക്ക് വിശ്രമിക്കാനില്ല. ബിക്കോസ് യു നോ ദിസ് ഈസ് വെക്കേഷനാണിത്. ബട്ട് ഓൾ മൈ ടീച്ചേഴ്സ് ആർ ഹിയർ സ്റ്റിൽ.
ദേ ആർ വർക്കിംഗ് ഹാർഡ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ അഭിമാനിക്കുകയാണ്. പലരും പലയിടത്ത് ജോലി ചെയ്യുകയാണ്. അവർ ഈ സമൂഹത്തെയും നമ്മളെയും ആരെയും അവർ മറന്നിട്ടില്ല. ഞാൻ അബ്ദുറഹ്മാനാജിയോട് പറയാറുണ്ട്, നിങ്ങൾ എന്തൊരു വിഷനിലാണോ നിങ്ങൾ ഈ സ്ഥാപനം പണിതത്, ഇറ്റ് ഈസ് നോട്ട് എ ലോസ്, ഒരിക്കലും അത് നഷ്ടമല്ല. മറിച്ച് ഇവിടെ നിങ്ങൾ പറയുന്ന തരത്തിലുള്ള ഒരു വിദ്യാർത്ഥി സമൂഹം ഇവിടെ നിന്ന് പുറത്തു പോകുന്നുണ്ട്. ദേ ആർ വെൽ ബിഹേവ്ഡ് ആൻഡ് ദേ ആർ എക്സലൻറ്റ്. നല്ല വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇത് നമ്മൾ ആഘോഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായി. എനിക്കറിയാം, യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു പക്ഷേ ഈ കോളേജ് തുടങ്ങിയ 2013 മുതൽ ആദ്യത്തെ ബാച്ച് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമ്മൾ വർണ്ണശബളമായ രീതിയിൽ ഇതുപോലുള്ള കോൺവൊക്കേഷൻ നടത്തിയിരുന്നു. ഒരു കോളേജിലും കോൺവൊക്കേഷൻ ഉണ്ടായിട്ടില്ല, ഗ്രാജുവേഷൻ ഡേ ഉണ്ടാവാറില്ല. ഇത് തുടങ്ങിയതിന് ശേഷം ഞാൻ സിൻഡിക്കേറ്റ് അംഗം എൻ്റെ ഫ്രണ്ട് കലീമുദ്ദീൻ ഇവിടെ ഉണ്ട്, അദ്ദേഹം പറയട്ടെ. കാരണം ഇതുപോലെ പരിപാടികൾ, ഇവിടുത്തെ കോഴ്സുകൾ, പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. വി ആർ നോട്ട് ഫോളോയിങ് ഫുള്ളി വാട്ട് ദ യൂണിവേഴ്സിറ്റി ഇൻസ്ട്രൈഡ്. യൂണിവേഴ്സിറ്റി പറയുന്ന സിലബസ് മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്നത്, വി ആർ ആഡിങ് ഇറ്റ്. നമ്മൾ ഒരുപാട് തവണകളായി ആഡ് ചെയ്യുന്നു. നമ്മുടെ കുട്ടികൾക്ക് ജോലി കിട്ടാൻ വിഷമമില്ലാത്തത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആക്ച്വലി ആൾ ഓഫ് യു, ഐ തിങ്ക് രക്ഷിതാക്കളാവട്ടെ സ്റ്റുഡൻസ് ആവട്ടെ ഹാപ്പി ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളിവിടെ കുറേ ഭക്ഷണം അടിച്ചു കയറ്റാനല്ലല്ലോ വന്നിട്ടുള്ളത്, ഭക്ഷണമൊക്കെ വളരെ സിമ്പിളാണ്. ബട്ട് നിങ്ങളുടെ മനസ്സ് അത് എപ്പോഴും തണുത്തുകൊണ്ട് എപ്പോഴും കുളിർമയുള്ളതായിരിക്കണം, സമാധാനം വേണം. ഈ കോളേജിൽ അങ്ങനെ ഒരു പ്രശ്നമോ സമരമോ ഒന്നും ഉണ്ടാകാത്തത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് ആർജിച്ചെടുക്കുന്ന അവരുടെ സ്വഭാവ വിശേഷം തന്നെയാണ്. എല്ലാം 100% ഒന്നും ശരിയാക്കാൻ പറ്റില്ല. കുറേയൊക്കെ ശരിയാകും, കുറേ മുന്നോട്ട് പോകും, കുറച്ചൊക്കെ കുഴപ്പങ്ങളുണ്ടാകും. കുഴപ്പങ്ങൾ മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് ആർക്കും വേണമെങ്കിൽ എന്തെങ്കിലും പറയാം. ബട്ട് ഞങ്ങൾ ഷുവറാണ്, കാരണം ഇത്രയും പെർസെൻറ്റേജ് വിജയം വരിച്ചുകൊണ്ട് ഇങ്ങനെ മറ്റൊരു കോളേജുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. എന്താണ് ഈ കോളേജിൻ്റെ പ്രത്യേകത എന്ന്. ഇത് ഒരാളുടെ പവറല്ല, മറിച്ച് കൂട്ടായിട്ടുള്ള ടുഗദർനെസ്, ടീച്ചേഴ്സും അധ്യാപകരും രക്ഷിതാക്കളും ഒരുമിച്ച് കൊണ്ടുള്ള ഒരു നേട്ടമാണുള്ളത്. ഞാൻ പറയുന്നത് 100% ശരിയായിക്കൊള്ളണമെന്നില്ല. ബിക്കോസ് യു ഹാവ് ടു ഡിസൈഡ്. നിങ്ങൾ രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ചിരിക്കാനാണ് വന്നിരിക്കുന്നത്, നിങ്ങളെ ഭീഷണിപ്പെടുത്താനോ പേടിപ്പിക്കാനോ അല്ല. വി ഹാവ് എ കോഡിയൽ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ലി വി ആർ. No one is hating others, no ragging, nothing is there. So I appreciate every one of you for gaining such a freedom and also for gaining such a tranquility for this college. ഞാൻ നീട്ടിപ്പറയുകയല്ല, ഒരുപാട് പ്രസംഗിക്കാനുണ്ട്. ഒരുപാട് 260-ലധികം കുട്ടികൾ ഇവിടെ അവരുടെ ബിരുദ സർട്ടിഫിക്കറ്റ് വാങ്ങാനുണ്ട്. നിങ്ങൾ രക്ഷിതാക്കളൊക്കെ അത് കാത്തിരിക്കുകയാണ്. എല്ലാവരെയും മംഗളപൂർവ്വം ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഇതിൻ്റെ ആളുകൾ, ചെയർമാൻ CP അബ്ദുറഹ്മാൻ ഹാജി, ഞാൻ പരിചയപ്പെടുത്തേണ്ട, ഒഴിവ് കിട്ടുമ്പോഴൊക്കെ നമ്മളോട് ചോദിക്കുന്നു എത്ര ആൾ ജയിച്ചു, എത്ര ആൾക്ക് വിജയശതമാനം കിട്ടി, എത്ര ആളെ ജോലി കിട്ടി. ജോലി ഞാൻ കൊടുക്കാം ജോലി. അദ്ദേഹത്തിന് ഒരുപാട് കമ്പനികൾ അബുദാബിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇഫ് യു ആർ ഏബിൾ ആണോ ജോലി അവിടെ തരും. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ നിന്ന് പോയ ആളുകൾ അദ്ദേഹത്തിൻ്റെ കമ്പനികളിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മിക്സിങ് തീർച്ചയായിട്ടും ഒരു പക്ഷേ CPA കോളേജിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കാം. അദ്ദേഹത്തിന് ഞാൻ ഹാർദമായ സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവർ ചീഫ് ഗസ്റ്റ് മിസ്റ്റർ ഐമൻ ഷിഹാദെ, പ്രൊഫസർ ഐമൻ ഷിഹാദെ, who is a professor of SOAS, University of London, and he is here in our institution. ആദ്യമായിട്ട് കേരളത്തിൽ വരികയാണ്, അതും CPA കോളേജിൻ്റെ ഈ ഒരു കോൺവൊക്കേഷനിൽ പങ്കെടുക്കാൻ വേണ്ടി. ഹി വാസ് വെരി മച്ച് സാറ്റിസ്ഫൈഡ്, ഹി ഈസ് വെരി മച്ച് ജൂബിലൻറ്റ്. വളരെ സന്തോഷമാണ് അദ്ദേഹം. ബിക്കോസ് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ കൊച്ചു കോളേജിലേക്ക് വന്നപ്പോൾ തന്നെ അദ്ദേഹം നമ്മുടെ വൈബ് അദ്ദേഹം മനസ്സിലാക്കി. ഹി വിസിറ്റഡ് സം അതർ കോളേജസ് ഓൾസോ, ബട്ട് ഹി സെഡ് ദാറ്റ് ഇറ്റ് ഈസ് യുണീക്ക്, യുവർ കോളേജ് ഈസ് യുണീക്ക്. അതിന് അദ്ദേഹം പറഞ്ഞത്, വി ക്യാൻ സെൻഡ് ദ സ്റ്റുഡൻസ് ഫ്രം ഹിയർ ടു അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകുന്നുള്ള ഒരു പദ്ധതി, ഒരു കൊളാബറേഷൻ ഹി ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട്.
അദ്ദേഹം അത് തുടങ്ങുവാൻ പോവുകയാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനു വേണ്ടിയുള്ള ഒരു അഗ്രിമെൻറ്റ് ഞങ്ങൾ ഒപ്പുവെക്കാൻ പോവുകയാണ്. അവിടെയുള്ള വിവിധ കോഴ്സുകളിലേക്ക് നമ്മുടെ കോളേജിൽ നിന്ന്, നമ്മുടെ കോളേജിൻ്റെ കീഴിൽ മറ്റു കോളേജുകളിൽ നിന്നും കൊണ്ടുപോകാനുള്ള ഒരു അവസരമാണ് അദ്ദേഹം നമുക്ക് സൃഷ്ടിച്ചു തന്നിരിക്കുന്നത്. Sir, I appreciate you for all the endeavors you have taken for the benefit of the students of this institution. Not only of the students of this college, but the students of the whole Kerala state, because a bridge between the University of London and the College of CPA College of Global Studies, it will be an excellent victory, success for our college. Thank you, sir. Thank you very much. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് ഈ കോളേജിൻ്റെ അക്കാഡമിക് അംഗവും അതോടൊപ്പം ഈ കോളേജിനെ പ്രശസ്തിയിലേക്ക് ഉയർത്തുന്നതിൽ ഞങ്ങളെക്കാളുമൊക്കെ വലിയ പങ്ക് വഹിക്കുന്ന ഡോക്ടർ പ്രൊഫസർ അബ്ബാസ് പനക്കൽ. അബ്ബാസ് പനക്കൽ, he is working as the professor in St. Andrews University of Scotland, but he is from our place. He is from Vengara and he has studied in Marcus, and now he is working in Dubai, in Abu Dhabi, and also he is working or serving as a professor in Scotland. He is behind all these things. ഇതിൻ്റെയൊക്കെ പിന്നിൽ അദ്ദേഹമാണ് നമ്മോടൊപ്പം നിൽക്കുന്നത്. അദ്ദേഹം അബ്ദുറഹ്മാൻ ഹാജിയുടെ ഒരു ഫ്രണ്ടാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ വിദേശ ബന്ധത്തിലൂടെ തന്നെ നമ്മുടെ കുട്ടികളെ വിദേശത്ത് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്ന അദ്ദേഹത്തിനെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ഓൾസോ I am very much happy to welcome Mr. Kalimuddin. He is my soul friend and also the member of syndicate. Syndicate അംഗമാണ്, പൊന്നാനി സ്വദേശിയാണ്. പല പ്രാവശ്യം ഇവിടെ വരാൻ ശ്രമിച്ചു, പക്ഷേ അദ്ദേഹം അല്ലാത്തൊരു സമയത്ത് വന്നു. നമുക്ക് ഇനി ഏതാ കോഴ്സുകൾ വേണ്ടത്, ഏതൊക്കെയാണ് തുടങ്ങേണ്ടത് എന്നൊക്കെ അദ്ദേഹം സ്ഥിരന്തരമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയുമായിട്ട് നമുക്ക് യാതൊരു തർക്കവുമില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് അദ്ദേഹം നമുക്ക് പരിഹരിച്ചു തരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് വളരെ അളവറ്റ നന്ദിയുണ്ട്. ഞങ്ങളുടെ ഈ സ്ഥാപനത്തോട് എപ്പോഴും ഞങ്ങളോടൊപ്പം ഒട്ടി നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. And we also had a very eminent intellectual, Mr. Dr. Archan Mitra. He is from Bengal and now he is working at Bangalore. And for 2 days he is here in the campus, because yesterday we had an international seminar and he was there as the chief of the seminar. 2 ദിവസം കഴിഞ്ഞ ദിവസം ഫുള്ളായിട്ട് ഇവിടെ സെമിനാർ നടക്കുകയായിരുന്നു. നമ്മുടെ അധ്യാപകരും അതോടൊപ്പം പുറത്തുനിന്നുള്ള അധ്യാപകരൊക്കെ അവിടെ പേപ്പറുകൾ അവതരിപ്പിച്ചു. ഇനി അത് നമ്മൾ വിദേശത്തേക്ക് അത് പ്രസിദ്ധീകരിച്ചുകൊണ്ട് വിദേശത്തേക്ക് എത്തിക്കുകയാണ് ഈ പേപ്പറുകളൊക്കെ. കാരണം അതൊക്കെ നമ്മുടെ കോളേജിന് വലിയൊരു വിദേശ ബന്ധം, ഗ്ലോബൽ കോളേജാണ്, ആ ഒരു വിദേശ ബന്ധം സൃഷ്ടിക്കാൻ അത് ഉപയുക്തമാകും. അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി സ്വീകരിക്കുന്നു. പിന്നെ എൻ്റെ കൊളീഗ്സാണ് ഇവിടെ ഇരിക്കുന്നത്. മിസ്റ്റർ ഉബൈദുള്ള ഞാൻ പരിചയപ്പെടുത്തേണ്ട, അദ്ദേഹം മാനേജറാണ്. അതോടൊപ്പം തന്നെ വൈസ് പ്രിൻസിപ്പളായിട്ടുള്ള സദറുദ്ദീൻ, അദ്ദേഹമാണ് എനിക്ക് വേണ്ടി ഈ കോളേജിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫിനാൻസ് മാനേജർ ഇതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കി നടത്തുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൊളീഗ് സഹപ്രവർത്തകരായ അധ്യാപകർ, അനധ്യാപകർ, അതോടൊപ്പം എൻ്റെ ഏറ്റവും കൺമണികളായ എൻ്റെ വിദ്യാർത്ഥികൾ, നിങ്ങൾ ഒരിക്കലും ഇവിടുന്ന് പോകുന്നില്ല, നിങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. യു ആർ ദ പാഴ്സൽ ഓഫ് ദിസ് ആൻഡ് പാർട്ട് ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരണം, എല്ലാ വർഷവും ഈ ക്യാമ്പസ് ആസ്വദിക്കണം. ക്യാമ്പസ് വലുതായി വരികയാണ്. നമുക്ക് ഒരു ഫോറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്, പുതിയ കോഴ്സുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റേഴ്സിനെ, ബ്രദേഴ്സിനെ, റിലേറ്റീവ്സിനെ ഒക്കെ ഇവിടെ കൊണ്ടുവരുമ്പോൾ അവരെ കാണാൻ വേണ്ടിയെങ്കിലും നിങ്ങൾക്ക് വരാൻ പറ്റും. അതുകൊണ്ട് മറക്കരുത് മക്കളെ. വലിയ വലിയ ജോലിയിലും അതുപോലെ കാനഡയിലോ ആഫ്രിക്കയിലോ അതുപോലെ അമേരിക്കയിലോ ഒക്കെ നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും ഞങ്ങളീ പാവപ്പെട്ട നിങ്ങളുടെ പ്രിൻസിപ്പളെയും അതോടൊപ്പം ഈ അധ്യാപകരെയും ഒന്നും നിങ്ങൾ ദയവായി മറക്കരുത്. നിങ്ങളുടെ രക്ഷാകർത്താക്കൾ, ഞങ്ങളെ നന്നായി സ്നേഹിക്കുന്ന, ഇടയ്ക്കൊക്കെ വന്ന് വഴക്കൊക്കെ ഉണ്ടാവുമെങ്കിലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായ കുടിച്ചാണ് പിരിയാറുള്ളത്. കാരണം ഫീസ് ചോദിക്കുമ്പോൾ എല്ലാവർക്കും മാനസികമായൊരു വിഷമമുണ്ടാവും, കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പോൾ അത് തരാൻ നിങ്ങൾ അല്പമൊക്കെ ഒന്ന് ചൂടായിട്ടൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പതുങ്ങി തല ചൊറിഞ്ഞു നിന്നുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു കാശ് തരി, ഞങ്ങളുടെ ഈ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണ്ടേ എന്ന് പറയുമ്പോൾ ആ വേദന കൊണ്ട് അവർ ഞങ്ങളോട് സഹകരിക്കുന്നു. അപ്പോൾ അത്രയും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഈ ഒരു രക്ഷാകർത്താക്കൾക്കും ഞങ്ങൾക്ക് ഹാർദവമായ നന്ദിയുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ സൗണ്ട് സിസ്റ്റം ഇതൊക്കെ മിസ്റ്റർ നസീർ മേലേതിൽ,
അതോടൊപ്പം ഇവിടെ മുഹമ്മദ് അലി ഇവിടുത്തെ വീഡിയോ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അതുപോലെ ബദർ ഇവിടെ പന്തൽ കാര്യങ്ങളൊക്കെ ചെയ്ത എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. കാരണം അവരൊക്കെ കാര്യമായിട്ട് പൈസ ഒന്നും ഇതിന് വാങ്ങൂല്ല. ആ ഒരു സമാധാനത്തിൽ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.